ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. എങ്ങനെയെങ്കിലും കുടുംബശ്രീയിൽ നിന്ന് രാധമ്മയെ പുറത്ത് ചാടിക്കണം എന്നുള്ള പ്ലാനോടുകൂടിയാണ് രുക്മിണിയും മരുമകൾ ശ്രീലക്ഷ്മിയും കൂടെ വന്നിരിക്കുന്നത്. അതിനുള്ള പല പരിപാടികളും ശ്രീലക്ഷ്മി നോക്കിയെങ്കിലും ഒന്നും അങ്ങോട്ട് വിജയിക്കാൻ പറ്റിയില്ല. അപ്പോഴെല്ലാം പ്രിയ ഇടപെട്ട് അതെല്ലാം പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ പ്രയോഗം എന്ന പോലെ ശ്രീലക്ഷ്മി പറയുക, 2 മാസം കൂടുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ടൂർ പോകാൻ പ്ലാൻ ചെയ്യുന്നു. അതിനുവേണ്ടി ആഴ്ചയിൽ 1000 രൂപ വെച്ച് ഓരോരുത്തരും അടയ്ക്കണം. ഇത് രാധമ്മയെ കൊണ്ട് പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ശ്രീലക്ഷ്മി ഇതങ്ങോട്ട് പറയുന്നത്. അപ്പോൾ രാധമ്മ പറയുന്നുണ്ട്, ഇതൊരു അനാവശ്യ ചെലവാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് മാത്രമല്ല, എന്നെ കൊണ്ട് അങ്ങനെ പൈസ അടയ്ക്കാനും പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്നെ വേണേ ഈ കുടുംബശ്രീന്ന് അങ്ങ് പിരിച്ചു വിട്ടേരെ. അതുമല്ലെങ്കിൽ ടൂറ് വർഷത്തിൽ ഒന്നാക്കണം. അപ്പോൾ അയൽക്കൂട്ടത്തിലെ ഒരുത്തി പറയാം, അതൊന്നും പറ്റില്ല, ടൂറ് പോയില്ലേ പിന്നെ എന്ത് സന്തോഷം, അടിച്ചുപൊളിയില്ലെങ്കിൽ എന്ത് ജീവിതമാ. പ്രിയ അപ്പോൾ മനസ്സിൽ പറയാം, ഇവള് മനഃപൂർവ്വം എൻ്റെ അമ്മയെ ഇൻസൾട്ട് ചെയ്യാൻ തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. എന്തോ ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഫലമാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് രുക്മിണി ശ്രീലക്ഷ്മിയോട് പറയുന്നു, മോളെ ഞാൻ രണ്ടിപ്പോൾ വരാവേ എന്നും പറഞ്ഞ് പുറത്തോട്ടിറങ്ങി പോവുകയാണ്. കുറച്ച് അകലോട്ട് മാറി നിന്നിട്ട് രുക്മിണി പറയുക, ആരും കാണാതെ വേണം പണി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടാ പണി പാളും. ഏതോ ഒരു ഉണക്ക മന്ത്രവാദി പറഞ്ഞതനുസരിച്ച് ഒരു തകിടും കൂടും എഴുതിക്കൊണ്ട് വന്നിരിക്കുവാണ് രുക്മിണി. ഈ തകിട് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചിടാം. അത് കഴിയുമ്പോൾ രാധമ്മയുടെയും മരുമോടെയും തല അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. ഈ ഭൂമിയിൽ എവിടെ ഈശാനു പോണു, അവിടെ വേണം കുഴിച്ചിടാൻ. സമയം പ്രിയ അകത്ത് വന്ന് ജനലിൽ കൂടെ കാണുന്നുണ്ട് രുക്മിണി എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. പ്രിയ പറയുന്നുണ്ട്, ഈ ശംഖുവരയും പാമ്പെന്താ ഇവിടെ കിടന്ന് എഴയുന്നത്, ഇതിലെന്തോ തരികട ഉണ്ടല്ലോ. രുക്മിണി പെട്ടെന്ന് അവിടെ കിടന്നൊരു കമ്പെടുത്ത് പെട്ടെന്ന് കുഴിയുണ്ടാക്കുവാണ്. എന്തോടുക്കുവാ, അവരുടെ കുഴിമാന്തുവാണോ ഇനി? ഇതെന്തോ തരികടയാണല്ലോ. രുക്മിണി അങ്ങനെ കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് കയ്യിൽ കരുതിയ കടലാസൊക്കെ അഴിച്ച് ആ തകിടെടുത്തിട്ട് പ്രാർത്ഥിക്കുക, ദൈവമേ സിദ്ധം പറഞ്ഞതുപോലെല്ലാം നടക്കണേ. ഉടനെ പ്രിയയ്ക്കത് മനസ്സിലായി, എൻ്റെ കുന്നനാട്ട് ഭഗവതി, അയ്യോ അത് കൂടുവത്രമാണല്ലോ, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് രുക്മിണി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആ കുഴിക്കകത്തത് വെച്ചിട്ട് പെട്ടെന്ന് കുഴി മൂടുക. പ്രിയയ്ക്ക് ദേഷ്യത്തോടെ പ്രിയ ഇറങ്ങി ഓടി വരുന്നുണ്ട്. പ്രിയയെ കണ്ടത് രുക്മിണി ഒരു ഞെട്ടലോടെ ഒരു വളിച്ച ചിരിയോടെ അങ്ങനെ നിൽക്കുക. പ്രിയ ദേഷ്യത്തോടെ ചോദിക്കുക, എന്താ നിങ്ങൾ അവിടെ കാണിച്ചത്, എന്താന്നാ? രുക്മിണി അങ്ങോട്ട് വിക്കി പറയാം, അതെ ഞാനവിടെ ഒരു ചേന നടുവായിരുന്നു. അല്ല, ഞങ്ങളുടെ പറമ്പിൽ നിങ്ങൾ ചേന നടേണ്ട കാര്യം എന്താ? കൂടോത്രം ചെയ്തുകൊണ്ട് വന്ന് ഇവിടെ കുഴിച്ചിടുവല്ലായിരുന്നോ നിങ്ങൾ? ഒന്നും അറിയാത്തവളെ, അയ്യോ കൂടുവത്രോ, അതെ മാന്തി എടുക്ക അവിടുന്ന്, നിങ്ങളോടാ പറഞ്ഞ അവിടുന്ന് മാന്തി എടുക്കാൻ. എന്ത് ചെയ്യണമെന്നറിയാതെ രുക്മിണി ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുക. നിങ്ങളിത് മാന്തി എടുത്തില്ലെങ്കിൽ നിങ്ങളെ ഇവിടെ ഞാൻ ഈ കുഴിയിലിട്ട് മൂടും. ഞാനൊന്നും കുഴിച്ചിട്ടിട്ടില്ല ഇല്ലേ? പ്രിയയ്ക്ക് ദേഷ്യം കൊണ്ട് രുക്മിണിയുടെ കഴുത്തെ പിടിച്ച് ഞെരിക്കുവാണ്. സത്യം പറയാനേ, സത്യം പറയാതെ നിങ്ങളെ ഞാൻ വിടത്തില്ല, നിങ്ങൾ കുഴിച്ചിരുന്ന ഞാൻ കണ്ടതല്ലേ. പ്രിയ ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ചു പോവാണ്. ആ ശബ്ദം കേട്ടിട്ടാവണം രാധമ്മയും അയൽക്കൂട്ട പെണ്ണുങ്ങൾ എല്ലാവരും അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. മോളെ വിട് വിട് എന്നും പറഞ്ഞ് രാധമ്മ അലറി വിളിച്ചോണ്ടാണ് വരുന്നത്. ശ്രീലക്ഷ്മി ഓടി വന്ന് രുക്മിണി ചോദിക്കും, അമ്മേ അമ്മയ്ക്ക് എന്ത് പറ്റി? പെട്ടെന്ന് പ്രിയ പറയാം, നിന്റെ അമ്മായി അമ്മയ്ക്ക് ഇവിടെ കൂടുവത്രം കുഴിച്ചിടണം, നിങ്ങളോട് എടുക്കാനല്ലേ പറഞ്ഞു, എടുക്കതല്ലേ എന്നും പറഞ്ഞ് പിടിച്ചൊരൊറ്റ തള്ളി രുക്മിണിയെ പ്രിയ. രുക്മിണി അങ്ങ് വീഴുവാണ്. അയ്യോ അമ്മേ എന്തു പറ്റി എന്നും പറഞ്ഞ് ശ്രീലക്ഷ്മി എന്ന് രുക്മിണിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാണ്. നാണം കെട്ട് രുക്മിണി പെട്ടെന്ന് അവിടെ കിടന്ന് ആ വടിയെടുത്ത് കുഴിച്ചിട്ട കൂടുവത്രം തുറന്നെടുക്കുവാണ്. എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുക. ഓ ദാണ്ട കൂടുവത്രത്തകിട്, കൊച്ചമ്മണി പറയുക. പടി പുളുസൂ. ശ്രീലക്ഷ്മി സങ്കടത്തോടെ രുക്മിണിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അമ്മേ എന്നും പറഞ്ഞിങ്ങനെ നോക്കുവാണ് പ്രിയെ. എല്ലാവരും രുക്മിണിയെ ഇങ്ങനെ നോക്കുന്ന കണ്ടിട്ട് രുക്മിണി പറയാം, അയ്യോ ഇത് ഞാൻ കുഴിച്ചിട്ടതല്ല, പ്രിയ വിടുവോ, കുഴിച്ചിട്ടത് നിങ്ങളല്ലേ എന്നും പറഞ്ഞ് ചെവിക്കുറ്റിക്ക് ഒരൊറ്റ അടി രുക്മിണിയുടെ. കൊച്ചമ്മണി പറയാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഒന്നുകൂടെ കൊടുക്കടി പ്രിയെ. നാണം കെട്ട രുക്മിണി പെട്ടെന്ന് പ്രിയയുടെ നേരെ, നീ എന്നെ തല്ലി ഇല്ലേടി എന്നും പറഞ്ഞിങ്ങനെ കൈ പൊക്കിക്കൊണ്ട് വരുമ്പോൾ നാണ്ട നമ്മുടെ രാധമ്മയുടെ ഒരു വരവ് കാണാൻ ദേഷ്യത്തോടെ, തൊട്ടുപോകരുത് നീ എൻ്റെ മോളെ, തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടും. ഒരു സ്ത്രീ പറയുന്നുണ്ട്, എന്തായാലും ഈ കൂടുവത്രം കൊണ്ടുവന്ന് കുഴിച്ചിടുന്നതൊക്കെ വളരെ ചീപ്പായിട്ടുള്ളൊരു ഏർപ്പാടായി പോയി. കൊച്ചമ്മണിക്ക് എന്ത് പറ്റിയെന്നറിയില്ല. കൊച്ചമ്മണി പറയാം, ഇതൊക്കെ ഒരുമാതിരി ചീഞ്ഞു നാറിയ ഏർപ്പാട്, ഇക്കാലത്ത് ഇതിൻ്റെയൊക്കെ പുറകിന് പോകുന്ന ആൾക്കാരുണ്ടോ? ഇത് ഏതു തരം കൂടുവത്രമാണെന്ന് ഞാനിന്ന് നോക്കട്ടെ, ഇങ്ങോട്ട് താടി എന്നും പറഞ്ഞ് രുക്മിണിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുവാണ്. കൊച്ചമ്മണി അത് വാങ്ങിച്ചിട്ട് വായിക്കുക, കലാപകൂടന കാളി കൂളി എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്, ദുർമരണ കൂടുവത്രം. എന്റെ ദൈവമേ, ഇതിവിടെ കിടന്നിരുന്നെങ്കിലേ ഇവിടെയുള്ള എല്ലാവരുടെയും തല പൊട്ടിത്തെറിച്ച് പോയേനെ. തലയില്ലാതെ നടക്കുന്ന ഞങ്ങളെ കണ്ട് നാട്ടുകാരൊക്കെ കൂകി വിളിച്ചേനെ. അതമ്മ അവരോടൊക്കെ പറയാം, നിങ്ങൾ തന്നെ പറയൂ, ഇതിനൊക്കെ ദ്രോഹം ഞങ്ങൾ ഈ രുക്മിണിയോട് എന്തുവാ ചെയ്തു? നിങ്ങൾ അയൽക്കൂട്ടക്കാരല്ലേ, നിങ്ങൾ പറയും.
പ്രസിഡന്റ് പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ വളരെ മോശമായി പോയി രുക്മിണി. ഇതൊക്കെ പണ്ട് 18-ാം നൂറ്റാണ്ടിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാ. എന്തായാലും ഇതൊരു ചീഞ്ഞ ഏർപ്പാടായിപ്പോയി. അയൽക്കൂട്ടത്തിലെ മറ്റുള്ള ആൾക്കാരും പറയുവാണ്. കൊച്ചമണി വിടുന്ന പ്ലാനില്ല. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇത്തരം പണി ചെയ്ത രുക്മിണിയെ കടലാമണക്കിന്റെ പത്തൽ കൊണ്ടുവന്ന് നല്ല അടി കൊടുക്കേണ്ടതാ. ഗൾഫിലെങ്ങാനും ആയിരുന്നെങ്കിൽ ആ എണ്ണപ്പാടത്തിലിട്ട് മുക്കി കൊല്ലാമായിരുന്നു. ശ്രീലക്ഷ്മി ആണെങ്കിൽ നാണം കെട്ട് നിൽക്കുക. വീണ് ശ്രീലക്ഷ്മി രുക്മിണിയോട് പറയുക, അമ്മേ സത്യം പറയമ്മേ, ഇത് അമ്മ ചെയ്തതാണ്. അയ്യോ എൻ്റെ പൊന്നുമോളെ, മനസാ വാചാ കർമ്മണ, ഞാൻ അറിയാത്ത കാര്യമായി പറയുന്നത്. ഞാനിങ്ങോട്ട് വന്നെന്ന് പറഞ്ഞത് ശരിയാ. അതെ, കുറച്ച് കുറുന്തോട്ടി പറിക്കാനായിരുന്നു. കൊച്ചമ്മണിക്ക് എന്ത് പറ്റിയോ അറിയില്ല, നല്ല കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ കുറുന്തോട്ടി, ഈ കാലത്ത് ആ കുറുന്തോട്ടി ആടലോടം തേടി നടക്കുന്നത്. ശ്രീലക്ഷ്മി മോളെ, ഈ പ്രിയ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാ. പ്രിയ ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ അടങ്ങും. മിണ്ടിപ്പോരും നിങ്ങൾ. ഇനിയും നിങ്ങൾ മിണ്ടിയാൽ നിങ്ങൾ ഇനിയും അടിമേടിക്കും. ബഹളമൊക്കെ കേട്ടിട്ടാണെന്ന് തോന്നുന്നു വേണുവേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ അവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അയൽക്കൂട്ട മീറ്റിംഗ് ഇപ്പൊ വീടിന്റെ പിന്നാമ്പുറത്താക്കിയോ? വേണുവേട്ട, ദാണ്ടി രുക്മിണി എന്നിങ്ങനെ പറയുമ്പോഴേ കൊച്ചമ്മണി പറയാം, വേണ്ട ഞാൻ പറയാം. വേണുവാശാനെ, ഈ രുക്മിണി ദാണ്ട് ഇവിടെ കൊണ്ടുവന്ന് കൂടുപത്രം കുഴിച്ചിട്ട് അതെന്റെ മരുമകള് കണ്ട് രുക്മിണിക്കിട്ട് നല്ല ചാർത്തും കൊടുത്ത്. ദാണ്ട വേണുവാശാനെ, ഇത് കണ്ടോ? നമ്മളൊക്കെ തട്ടിപ്പോകാനുള്ള കൂടുപത്രമായി രുക്മിണി ചെയ്തു വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്കറിയില്ലേ? അമ്മയമ്മയും മരുമകളോടെ നടക്കുന്നതേ നമ്മളെയൊക്കെ തട്ടിക്കളയാനാ. നാണം കെട്ട് ശ്രീലക്ഷ്മി രുക്മിണിയോട് പറയാം, വാമേ നമുക്ക് പോകാം. രുക്മിണി പറയാ, നീ നോക്കിക്കോടി പ്രിയെ, എൻ്റെ മോനൊന്ന് വന്നോട്ടെ. നിന്നെയും നിന്റെ പാളയംകോടം പഴം നിന്റെ ഭർത്താവില്ലേ, അവനെയും ഞാനിന്ന് ശരിയാക്കിക്കും. കൊച്ചമ്മണി പറയാം, എൻ്റെ മോൻ പാളയംതോടം വാഴയാണെങ്കിലേ നിന്റെ മോൻ കാട്ടുവാഴയാടി. ശ്രീലക്ഷ്മി വീണ്ടും പറയാം, അമ്മേ വാമേ നമുക്ക് പോകാം. നിക്കടി അവിടെ. നിന്റെ അമ്മായിയമ്മ രുക്മിണിയെ നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഈ സ്ത്രീ അടിമുടി വിഷമാണ്. നിന്റെ ഈ അമ്മായിയമ്മ തന്നെയാ നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയത്. കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. പ്രിയ എന്നിട്ട് കൊച്ചമ്മയുടെ കയ്യിൽ തന്നെ ആ കൂടുപത്രം ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് രുക്മിണിയുടെ കയ്യിലോട്ട് വെച്ചു കൊടുത്തിട്ട് പറയാം, ഇത് കൊണ്ടുപോയി നിങ്ങളുടെ തെക്കാൻ പുറത്തുണ്ടല്ലോ അവിടെ അങ്ങോട്ട് കുഴിച്ചിട്ടേരെ. അങ്ങനെയെങ്കിലും നിങ്ങളുടെ തല തെറിക്കട്ടെ. വലിയ പുലിയെ പോലെ വന്ന അമ്മായിയമ്മയും മരുമോളും തല കുനിഞ്ഞ് എലിയെ പോലെ പോവുകയാണ്. ഈ സമയം അനന്തംപിള്ള ലാപ്ടോപ്പിലൊക്കെ നോക്കിക്കൊണ്ട് പൊടിയാടിയോട് എന്തൊക്കെയോ സന്തോഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. നമസ്കാരം അനന്തംപിള്ളേ എന്നും പറഞ്ഞ് നമ്മുടെ പ്രതാപവർമ്മയും രാജു ഋതികയും കൂടെ അങ്ങോട്ട് വരുവാണ്. പന്തം കണ്ട പെരിച്ചാഴിയെപ്പോലെ അനന്തംപിള്ള ഇങ്ങനെ അമ്പരന്നിരിക്കുക. പ്രതാപൻ ചോദിക്കുക, എന്താണോ തിരിച്ചൊന്ന് വിഷ് ചെയ്യാത്തത്? ഞങ്ങളുടെ ഈ വരവ് താൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ആ ചെണ്ട കെട്ടുന്ന പോലെ കേൾക്കുന്ന ശബ്ദമേ ഈ അങ്കിളിന്റെ ഹാർട്ട് ബീറ്റ്സ് ആണ്. അനന്തംപിള്ള പറയാ, കളിയാക്കണ്ട, മടയിൽ കയറി വന്ന പുലിയോട് കോർക്കല്ലേ. എടോ, കോർക്കാനൊന്നും അല്ലടോ വന്നത്. അല്ലെങ്കിലും 1000 എടുത്തുള്ള കളി പണ്ടേ ഈ പ്രതാപവർമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതാണെന്ന് തനിക്കറിയാവുന്നതല്ലേ. അത്യാവശ്യത്തിന് മാത്രമേ ഞാൻ ആയുധം എടുക്കൂ. എടുത്താലോ പിന്നെ അത് തീർത്തിട്ടേ മാറൂ. എന്താടോ പ്രതാപവർമ്മ, വീരസൂര പരാക്രമികളായ മരുമകനെയും മകളെയും കൊണ്ട് ഞാൻ എന്നെ പേടിപ്പിക്കാൻ അങ്ങനെ വന്ന് കയറിയതാണോ? അങ്ങനെ പേടിക്കുന്നവനൊന്നും അല്ല ഈ അനന്തംപിള്ള. എടോ അനന്തംപിള്ള, താൻ എന്തിനാടോ എഴുതാപ്പുറം വായിക്കുന്നത്? ഒരു യുദ്ധത്തിന് വന്നവരല്ല ഞങ്ങള്. ഒരു വലിയ കാര്യത്തിന് തന്നെ ഒന്ന് ക്ഷണിക്കാൻ വന്നതാ. ഞാൻ കരുതിയിട്ടുണ്ടാവും എൻ്റെ മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു പോയതല്ലേ, പിന്നെ എന്തിന് ക്ഷണിക്കാൻ വന്നുവെന്ന്. അനന്തംപിള്ള ഒരു പരിഹാസത്തിന്. അതല്ലേ ഞാൻ ഓർക്കുന്നത്. തൻ്റെ ശവവടക്കിന് തനിക്ക് ക്ഷണിക്കാൻ വരാൻ പറ്റില്ലല്ലോ. അത് കേട്ടിട്ട് രാജു മിണ്ടാതിരിക്കുവോ? എടോ, സംസാരം സൂക്ഷിച്ച് തിണ്ണമെടുക്ക് കാണിച്ചാലേ അതങ്ങോട്ട് തിരിച്ചും പ്രതീക്ഷിക്കാം. 10 ഇരട്ടിയായി, മനസ്സിലായോ? രാജു, വേണ്ട, അതൊക്കെ പോട്ടെ. കാട്ടുപോത്തിന്റെ വായിന് ഗീതാസുദ്ധം പ്രതീക്ഷിക്കുന്നത് അത് തെറ്റല്ലേ രാജു? പ്രതാപവർമ്മേ, നിങ്ങൾ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ അതങ്ങ് പറഞ്ഞിട്ടങ്ങ് പോയേരെ. വഴക്കിനാണ് വന്നതെങ്കിൽ അനന്തംപിള്ളയെ ഒട്ടും പുറകോട്ടല്ലെന്ന് തനിക്കറിയാലോ. ഞാൻ പറഞ്ഞല്ലോ അനന്ത, ഞാൻ വഴക്കിനൊന്നും വന്നതല്ല. നല്ല കാര്യത്തിന് തന്നെ ക്ഷണിക്കാൻ വന്നതാ. അതെന്താണെന്നൊക്കെയുള്ള ബാക്കി കാര്യം എൻ്റെ മകൾ ഋതിക വർമ്മ പറയും. അവളാണിപ്പോൾ ഞങ്ങളുടെ പൊളിറ്റിക്കൽ അഡ്വൈസർ. അനന്തംപിള്ളയ്ക്ക് അതങ്ങോട്ട് തീരെ രസിച്ചില്ല. പൊളിറ്റിക്കൽ അഡ്വൈസറോ, ഈ പ്രാഞ്ചി നടക്കുന്ന ഈ കൊച്ചോ? ഋതിക എന്തെങ്കിലും പറഞ്ഞാൽ രാജുവിന് സഹിക്കുവോ? ഇടോ നിർത്തടോ, ഞാൻ പോകുന്നതിന് മുമ്പ് ഇയാൾ എൻ്റെ കയ്യിൽ നിന്ന് 2 എണ്ണം മേടിക്കും. പ്രായമായവരെ തല്ലുന്നത് മഹാപാവമാണെന്ന് എൻ്റെ അച്ഛൻ മിസ്റ്റർ വേണു പറയുന്നത്. ഋതു, പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അയാളോട് പറ, എന്നിട്ട് നമുക്ക് പോകാം. ഋതിക തൻ്റെ സടകുടഞ്ഞ് എഴുന്നേറ്റിട്ട് പറയാ, മിസ്റ്റർ അനന്തംപിള്ളെ, നിങ്ങൾ തകർത്തിയ ഒരു പ്രസ്ഥാനമില്ലേ, ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം. എൻ്റെ അപ്പൂപ്പനും എൻ്റെ അച്ഛനും മറ്റു 10,000-കണക്കിന് ആളുകളും ചേർന്ന് ചോരയും നീരും വറ്റിച്ച് കെട്ടിപ്പടുത്തിയ പ്രസ്ഥാനം. ഞങ്ങൾ ആ പ്രസ്ഥാനത്തിന് പുതുജീവൻ നൽകുക. കൊടിയുടെ നിറം മാറില്ല, എന്നാൽ ചിഹ്നം മാറും.
പ്രതാപൻ പറയാം, വീഞ്ഞും കുപ്പിയൊക്കെ പഴയത് തന്നെ, പക്ഷെ പണ്ട് അതിലുണ്ടായിരുന്ന തന്നെ പോലുള്ള ചില കീടങ്ങളെ ഞങ്ങൾ അങ്ങ് എടുത്ത് പുറത്തു കളഞ്ഞു. ഇത്ര മാത്രമേ ഉള്ളൂ. നാളെ അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപന ചടങ്ങാണ്. അപ്പോൾ അനന്തമ്പിള്ള സാന്നിധ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണി ആയിരിക്കും തന്റെ പ്രധാന എതിരാളി. ചാനലുകളിൽ വന്നിരുന്ന എന്റെ അച്ഛനെ അപമാനിച്ചതിനും ചീത്ത പറഞ്ഞതിനുമുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. താൻ അതുകൊണ്ട് സർവ്വ സന്നാഹങ്ങളുമായിട്ട് കാത്തിരുന്നു വരുന്ന ഇലക്ഷനെ നേരിടാൻ. അനന്തമ്പിള്ള വീണ്ടും വീറും വാശിയോടെയും പറയാം, അനന്തമ്പിള്ള ഇലക്ഷനെ നേരിട്ടാലേ വിജയം കണ്ടേ മടങ്ങും. പ്രതാപൻ പറയുക, താൻ ഇലക്ഷനെ നേരിടാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ ഞാൻ പാഴൂർ പണിക്കരടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. താൻ ആരാണെന്നും താൻ എന്തൊക്കെ ചെയ്യുമെന്നും എനിക്ക് നല്ല കൃത്യമായിട്ടറിയാം. അപ്പോഴിനി ബാക്കി കാര്യങ്ങളൊക്കെ അങ്കത്തട്ടിൽ. അനന്തമ്പിള്ള പറയാ, എന്തായാലും ഋതിക മഹാദേവവർമ്മയുടെ കൊച്ചുമകളും രാമവർമ്മയുടെ മകളും തന്നെ. ഇതിലെനിക്ക് സംശയമില്ല, വാക്കു പാലിക്കും. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നു വരാൻ തന്റെ ഈ മോള് തന്നെയാണ് കാരണം. അത് കേട്ടിട്ട് ഋതിക പറയാം, വരുന്ന ഇലക്ഷനിൽ ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ ജയിക്കുമ്പോഴേ പണ്ട് നിങ്ങൾ എന്നോട് വെല്ലുവിളിച്ചതുപോലെ നിങ്ങളുടെ ഈ പാതി മീശ എടുത്ത് കളയാൻ തയ്യാറാണോ? എടി കൊച്ചെ, അതിന് ഈ അനന്തമ്പിള്ളയുടെ പാർട്ടി തോൽക്കത്തില്ലല്ലോ. 38 MLA-മാരുള്ള എന്റെ പാർട്ടി എങ്ങനെ തോക്കാന്? അയ്യോ അതല്ല, തോറ്റാലുള്ള കാര്യമാ ഞാൻ ചോദിച്ചത്. അനന്തമ്പിള്ളയും വിട്ടുകൊടുക്കുന്നില്ല. തോറ്റാൽ പകുതി മീശയല്ല, മുഴുവൻ മീശ ഞാൻ അങ്ങ് എടുക്കും. ഓരെങ്കിൽ തലയും ഞാൻ മുട്ടയടിക്കും. ഈ അനന്തമ്പിള്ള ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. ഋതിക വിടുവോ? എന്നാലേ നിങ്ങൾ മുട്ടയടിക്കാൻ തയ്യാറായിക്കോ. വാച്ചാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് ഋതിക പ്രതാപനെയും രാജുവിനെയും കൂട്ടി പുറത്തു പോവുകയാണ്. വീരവാദമൊക്കെ പറഞ്ഞെങ്കിലും അനന്തമ്പിള്ളയ്ക്ക് ഒരു പേടി തട്ടിയിട്ടുണ്ട്. ഋതിക വീട്ടിൽ വന്നിട്ട് എന്തൊക്കെയോ വരയ്ക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഛേ ഒരു ഫിനിഷിങ് കിട്ടുന്നില്ലല്ലോ, വേറെ ഒന്ന് വരച്ചു നോക്കാം. എന്ത് പറ്റി എൻ്റെ ഋതുമോക്ക്, എന്താ ഒരു ടെൻഷൻ എന്നും പറഞ്ഞ് രാജു അങ്ങോട്ട് വന്നു. അത് രാജു, നമ്മുടെ പാർട്ടിയുടെ സിമ്പൽ ഞാൻ ഡിസൈൻ ചെയ്യുക. എത്ര വരച്ചിട്ട് എനിക്ക് അങ്ങോട്ട് തൃപ്തിയാകുന്നില്ല രാജു. രാജു അത് നോക്കിയിട്ട് പറയും, ഇതിനെന്താ കുഴപ്പം, നന്നായിട്ടുണ്ടല്ലോ. ആ സമയം ഋതികയുടെ ഫോണിലൂടെ രാധമ്മ വിളിക്കുന്നുണ്ട്. രാധമ്മയോട് സംസാരിക്കുമ്പോൾ ഋതികയ്ക്ക് മനസ്സിലാകുന്നു രാധമ്മയ്ക്ക് എന്തോ ടെൻഷൻ ഉണ്ടെന്ന്. ഋതിക ഫോൺ സ്പീക്കറിലിട്ടിട്ട് പറയുന്നു, എന്താ രാധമ്മ ഒരു ടെൻഷൻ പോലെ? മോളെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. രാധമ്മ ടെൻഷനാകാതെ കാര്യം പറ. അയൽക്കൂട്ടത്തിലെ മീറ്റിങ്ങിന് വന്നപ്പോൾ ആ രുക്മിണി എന്തോ ഇവിടെ കുഴിച്ചിട്ടു. അങ്ങനെ അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം രാധമ്മ ഋതിയോട് പറയുവാണ്. ഇനി ആ ഹരീഷെങ്ങാനും ഇവിടെങ്ങാനും വന്ന് വഴക്കുണ്ടാക്കുമെന്നോ എന്റെ പേടി. കൊച്ചമണി പറയാം, ഹരീഷും രതീഷും ഒന്നും അല്ല പ്രശ്നം, രുക്മിണിക്ക് പലിശ പിരിക്കുന്ന ഗുണ്ടകളുണ്ട്. അവള് വേണമെങ്കിൽ അവന്മാരെ ഇറക്കും. അതിലൊരു ചൂണ്ടരതീഷെന്നും പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ പ്രിയയുടെ കഴുത്തേലങ്ങാണ് ചൂണ്ടയിടുവോന്നാ എന്റെ പേടി. എല്ലാം കേട്ടിട്ട് ഋതിക പറയുക, ആ രുക്മിണി വീട്ടിൽ അഹങ്കാരം കാണിച്ചോണ്ട പ്രിയ ചേച്ചി അടിച്ചത്. പ്രിയ ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഉറപ്പായിട്ട് അവരെ അടിച്ചിരിക്കും. ടെൻഷൻ എടുക്കാതെ രാധമ്മേ, ഇന്നിനി ഒന്നും ഉണ്ടാവില്ല. ഇന്നിനി എന്തായാലും രാത്രിയിൽ അവൻ വരില്ല. അഥവാ അവൻ അങ്ങോട്ട് വന്നാൽ പ്രിയ ചേച്ചിയോട് പറയണം ഞങ്ങളെ അപ്പം തന്നെ വിളിക്കാൻ. അപ്പോൾ രാജുവും പറയുന്നുണ്ട്, അമ്മ ടെൻഷൻ അടിക്കാതിരിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. രാത്രിയിലെങ്ങാണോ അവൻ അങ്ങോട്ടെങ്ങാനും വന്നാൽ ഉടനെ തന്നെ അമ്മ എന്നെ വിളിക്കണം. കുറച്ചു നേരം നല്ലവളാട്ടൊക്കെ അഭിനയിച്ച ദാണ്ട കൊച്ചമ്മണി അവിടെ തനി ഗുണം എടുത്തു കഴിഞ്ഞ് ആരും കാണാതെ പുറത്തു വന്ന് നിൽക്കുക. ചേടാ, അവനെ കാണുന്നില്ലല്ലോ. അവൻ ഇങ്ങോട്ടെങ്ങാനും വരുമ്പോഴേ നല്ലതുപോലെ അങ്ങോട്ട് കൊളുത്തി കൊടുക്കണം. അവൻ അല്ലെങ്കിൽ ഒരു പെങ്കോന്തന. ഭാര്യ പറയുന്നതല്ലയോ അവന് വേദവാക്ക്. രാധമ്മ വേണുവേട്ടനോടും പ്രിയോടും പറയാം, ഹരീഷ് വരുമ്പോൾ എന്തായാലും രുക്മിണി ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. പൊടിപ്പും തൊങ്ങലും വെച്ചായിരിക്കും രുക്മിണി പറഞ്ഞു കൊടുക്കുന്നത്. രുക്മിണി ചെയ്ത കാര്യം ഒന്നും അവള് പറയില്ല, പക്ഷെ പ്രിയ അടിച്ച കാര്യം മാത്രം പറയും. സത്യം എന്താണെന്ന് അന്വേഷിക്കാതെ ആ ഹരീഷ് വേണമെങ്കിൽ ഇപ്പൊ ഇരച്ചു കയറി ഇങ്ങോട്ട് വരും. എടി രാധമ്മേ, അവൻ ഇങ്ങോട്ട് ഇരച്ചു കയറി വരട്ടടി, അതിന് നിനക്കെന്താ? പ്രിയ പറയാം, അമ്മയുടെ വർത്തമാനം കേട്ടാ തോന്നുമല്ലോ തെറ്റ് ചെയ്തത് ഞാനാണെന്ന്. ഈ മര്യാദകേട് കാണിച്ചവര് ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? വേണുവേട്ടൻ പറയാം, പ്രിയെ നീ ചെയ്തത് ശരിയാ, അത് പോരാന്നാ എന്റെ അഭിപ്രായം. ഇടിച്ചവിടെ കൈയൊടിക്കണമായിരുന്നു. ജയനിപ്പോ ഇങ്ങോട്ട് വരും, അവനിനി ഇവളോടങ്ങനെ വഴക്കുണ്ടാക്കുമെന്നാ എന്റെ പേടി. എടി രാധേ, എനിക്ക് നിനക്കുവേ ഇവള് കുട്ടിയാ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെങ്കിലേ ഇവള് 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാ. അതെന്താടി രാധേ നീ ഓർക്കാത്തത്? അവർക്ക് 2 പേർക്കുവേ കാര്യപ്രാപ്തി ഉള്ളവരാ. അവര് ഭാര്യയും ഭർത്താവും, അവരുടെ കാര്യങ്ങളൊക്കെ അവര് മാനേജ് ചെയ്തോളും. നമ്മളതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. അമ്മേ, ഞാൻ രുക്മിണിയെ തല്ലിയത് എന്തിനാണെന്ന് വ്യക്തമായിട്ട് ജയേട്ടൻ അറിഞ്ഞാൽ പിന്നെ ജയേട്ടൻ എന്നെ വഴക്ക് പറയില്ല. ജയൻ ദൂരെ കൂടെ വരുന്നത് കൊച്ചമ്മണി കണ്ട്, ആ എന്നെ വിറ്റ കാശ് പോക്കറ്റിട്ടുണ്ടാ അവൻ വരുന്നത്. ജയൻ ഇരുട്ടത്ത് നിൽക്കുന്ന രൂപം കണ്ട് അയ്യോ പ്രേതമെന്നും പറഞ്ഞ് വിളിച്ചു പോവുകയാണ്. എന്തിനാടാ കിടന്ന് അലർന്നത്? ഞാൻ പ്രേതം തന്നെയാ, നിന്റെ അമ്മ അമ്മണിപ്രേതം. എങ്കിലും ഈ അമ്മണി പിശാച് എന്തിനാ ഇങ്ങനെ ഇവിടെ വന്ന് പമ്മി നിൽക്കുന്നത്? ഞാൻ പമ്മി നിൽക്കുന്നത് നിന്നെ രഹസ്യമായിട്ടൊന്ന് കാണാൻ വേണ്ടിയാ.
ഒരു വിവരം ഞാൻ ആദ്യമേ അങ്ങോട്ട് പറയാം. ഓ, എൻ്റെ ഭാര്യയെക്കുറിച്ച് എന്തെങ്കിലും പറയാനായിരിക്കും. നിനക്കോ നിന്റെ ഭാര്യയ്ക്കോ എന്നോട് ഒരു വിലവെപ്പും ഇല്ലടാ. അതൊക്കെ പോട്ടെ, അതെന്റെ വിധി. കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞ് തൊലയ്ക്കതല്ലേ. അല്ലെങ്കിൽ ഉള്ളത് പറഞ്ഞാൽ നിനക്ക് അസ്ഥിക്ക് പിടിക്കത്തില്ല, അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ പറയേണ്ടടുത്ത് പറഞ്ഞാണ് ഈ അമ്മിണിക്ക് ശീലം. അപ്പോൾ ഫ്രണ്ട്സ്, കൊച്ചമ്മണി ജയനെയും പ്രിയയും തമ്മിൽ വഴക്കുണ്ടാക്കിക്കണം. ജയൻ പ്രിയയ്ക്ക് 2 കർണക്കുറ്റി നോക്കി അടി കൊടുക്കണം. അത് കണ്ട് കൊച്ചമ്മണിക്ക് സന്തോഷിക്കണം. അതിനുള്ള പുറപ്പാടാണ് കൊച്ചമ്മണി. പക്ഷേ ജയൻ അതൊക്കെ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഉള്ള കഞ്ഞിയിൽ പാറ്റ വീഴാതെ കൊച്ചമ്മണിക്ക് അവിടെ കാണാൻ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ പോരെ. എന്തായാലും കൊച്ചമ്മണിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടും. രുക്മിണിയുടെ കാര്യങ്ങളൊക്കെ ഇനി എന്താകും എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.